നമസ്കാരം. ഇന്നത്തെ കാലത്ത് തിരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് വലിയ റാലികൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ മാത്രമല്ല, മറിച്ച് കൃത്യമായ ഡാറ്റയുടെയും ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള മനസ്സിലാക്കലിന്റെയും അടിസ്ഥാനത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് എന്നത് വോട്ട് നേടാനുള്ളൊരു മത്സരം മാത്രമല്ല, അത് മികച്ച ഭരണത്തിനായുള്ളൊരു ഡാറ്റ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് കൂടിയാണ്. ഇന്ന് നമ്മൾ കൊല്ലം നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കാൻ പോവാണ്. കൊല്ലം വെറുമൊരു സാധാരണ മണ്ഡലമല്ല. വോട്ടർമാരുടെ യഥാർത്ഥ ആവശ്യങ്ങളും രാഷ്ട്രീയക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളും തമ്മിലുള്ള ഒരു വലിയ വിടവ് നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ജനങ്ങളുടെ ഉള്ളിലുള്ള ഈ അതൃപ്തി എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനിൽ പ്രതിഫലിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് ഈ വിശകലനത്തിൽ നമ്മൾ കേവലം കണക്കുകൾ മാത്രമല്ല നോക്കുന്നത്. അതിലുപരി കൊല്ലത്തെ വോട്ടർമാർ യഥാർത്ഥത്തിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് അവരുടെ ശബ്ദത്തിന്, അവരുടെ ആശങ്കകൾക്ക് ചെവി കൊടുക്കാം. അപ്പോ ഏതൊരു രാഷ്ട്രീയ തന്ത്രം മെനയുന്നതിനും മുൻപ് നമ്മൾ ആദ്യം അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. നേതാക്കളുടെ പ്രസംഗങ്ങൾക്കപ്പുറം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, നമുക്കതൊന്ന് നോക്കാം. ഇതൊരു വെറും കണക്കല്ല, മരത്തടി വാർഡിലെ 400ഓളം കുടുംബങ്ങൾ അനുഭവിച്ച ദുരിതത്തിന്റെ നേർചിത്രമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, 22 ദിവസം കുടിവെള്ളമില്ലാതെ വലിയ വില കൊടുത്ത് ടാങ്കർ വെള്ളത്തെ ആശ്രയേണ്ടി വന്ന ഒരു അവസ്ഥ. അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിൽ ഒരു ഭരണകൂടം പരാജയപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്, മറിച്ച് ഒരു വലിയ പ്രശ്നത്തിന്റെ സൂചനയാണ്. അപ്പോ ഒരു വശത്ത് സേവനങ്ങളിലുള്ള കുറവ്, മറുവശത്തോ കുതിച്ചുയരുന്ന വിലക്കയറ്റം. ഉള്ളിവില കിലോഗ്രാമിന് 96 രൂപയിലെത്തിയത് ഓരോ കുടുംബത്തിന്റെയും ബഡ്ജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലെ അസംതൃപ്തി എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പൊ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ അല്ല, കുടിവെള്ളം മുതൽ ഇന്റർനെറ്റ് വരെ അടിസ്ഥാന ആവശ്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഇത് കാണിക്കുന്നത് എന്താണ്? ഇത് ഭരണത്തിലുള്ളവരോട് ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന വ്യവസ്ഥാപിതമായ പ്രശ്നങ്ങളുടെ ഒരു ശൃംഖലയാണ്. ഏറ്റവും നിർണായകമായ കാര്യം, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വരുമ്പോൾ വോട്ടർമാർ പുതിയ വഴികൾ, പുതിയ ബദലുകൾ തേടാൻ തുടങ്ങുമെന്നതാണ്. ശരി, ഇനി നമുക്ക് ജനങ്ങളുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ കഠിനമായ കണക്കുകളിലേക്ക് വരാം. താഴെത്തട്ടിലുള്ള ഈ പ്രശ്നങ്ങൾ വോട്ടിംഗ് ശതമാനത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കണക്കുകൾ പരിശോധിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കണം. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുകാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള ഓരോ പൗരന്റെയും അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. അത് ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. ഇനി ഈ ചാർട്ട് നോക്കൂ. ഇത് കൊല്ലത്തെ രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. ഭരണകക്ഷിയായ LDFന്റെ പിന്തുണ കുറഞ്ഞുവരുന്നു. അതേസമയം UDF ഏതാണ്ട് തങ്ങളുടെ നില ഭദ്രമാക്കുന്നു. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJP ഒരു നിർണായകമായ മൂന്നാം ശക്തിയായി വളർന്നുവരുന്നു എന്നതാണ്. കൊല്ലത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. സിറ്റിംഗ് MLAയുടെ കാര്യം ഒരു ഇരുതലമൂർച്ചയുള്ള വാളുപോലെയാണ്. അദ്ദേഹം പ്രശസ്തനായൊരു നടനാണ്, നല്ല ദൃശ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് പോലും പ്രാദേശിക ഭരണത്തിലെ പരാജയങ്ങളെ മറച്ചുവെക്കാൻ കഴിയുന്നില്ല. ജനങ്ങളിപ്പോൾ പ്രശസ്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രവർത്തനങ്ങൾക്കാണ്, ഫലങ്ങൾക്കാണ്. എവിടെയാണ് ക്ഷേമ പദ്ധതികളോടുള്ള വിരക്തി അഥവാ വെൽഫെയർ ഫെറ്റീഗ് എന്ന ആശയം പ്രസക്തമാകുന്നത്? സൗജന്യ റേഷനും പെൻഷനുമൊക്കെ നൽകുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങുന്ന രാഷ്ട്രീയത്തോട് ജനങ്ങൾക്ക് ഒരുതരം മടുപ്പ് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അവർക്ക് വേണ്ടത് കേവലം സൗജന്യങ്ങളല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരങ്ങളാണ്. സ്ഥിരമായൊരു ജോലി, നല്ല റോഡുകൾ, മുടങ്ങാതെ കിട്ടുന്ന വെള്ളം. ഈ മാറ്റമാണ് നമ്മൾ മുൻപ് കണ്ട കണക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ശരി, അപ്പൊ നമ്മൾ ഇതുവരെ പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു, അതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്തു. ഇനി ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം, വോട്ടർമാരുടെ വിശ്വാസം എങ്ങനെ നേടിയെടുക്കാം, അതിനുള്ള വ്യക്തവും ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ളതുമായ ഒരു കർമ്മ പദ്ധതിയിലേക്ക് നമുക്ക് കടക്കാം. ഇതാ 3 കാര്യങ്ങൾ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, ജനങ്ങൾക്ക് നേരിട്ട് ഫലം കാണാൻ കഴിയുന്നത്. സിറ്റിംഗ് MLAയുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്ന 3 കാര്യങ്ങളാണിത്. റോഡ് നവീകരണം, ജലലഭ്യത ഉറപ്പാക്കൽ, യുവജനങ്ങൾക്ക് തൊഴിൽ. ഇവ വെറും വാഗ്ദാനങ്ങളായി ഒതുങ്ങരുത്, മറിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയുടെയും കഴിവിന്റെയും തെളിവായി മാറണം. ഓരോ പാർട്ടിയും ഓരോ കഥയാണ് വോട്ടർമാരോട് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഈ പട്ടിക നമ്മളെ സഹായിക്കും.
LDF ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയും സ്ഥിരതയും വാഗ്ദാനം ചെയ്യുമ്പോൾ BJP മറ്റൊരു തരം സംരക്ഷണ രാഷ്ട്രീയമാണ് മുന്നോട്ടുവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു എതിരാളിക്ക് എവിടെയാണ് അവസരം? പ്രാദേശിക പ്രശ്നങ്ങളിൽ ഊന്നൽ നൽകി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു യഥാർത്ഥ ബദലായി മാറാൻ കഴിയും എന്ന് ഈ പട്ടിക വ്യക്തമാക്കുന്നു. വെറുതെ എല്ലാവരോടും ഒരേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പ്രധാന വോട്ടർ വിഭാഗത്തിന്റെയും അടുത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങളുമായി ചെല്ലണം. യുവജനങ്ങൾക്ക് ജോലി, സ്ത്രീകൾക്ക് മികച്ച ആരോഗ്യ സംരക്ഷണം, കർഷകർക്ക് വെള്ളം, ഇങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുന്നൊരു സമീപനമാണ് വിജയിക്കാൻ പോകുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല. നമ്മുടെ ഈ വിശകലനം രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഓരോ പൗരന്റെയും സ്വകാര്യതയും അന്തസ്സും മാനിക്കപ്പെടണം. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ സംരക്ഷണ നിയമങ്ങൾ പ്രകാരം ഏതൊരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാന പാഠം ഇതാണ്: ഇന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവ് കേവലം ഒരു പ്രസംഗകൻ മാത്രമല്ല. അദ്ദേഹം തന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പരിഹാരം കാണുന്ന ഒരു പ്രോബ്ലം സോൾവർ കൂടിയായിരിക്കണം. ജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ മാറ്റം കൊണ്ടുവരാൻ ആർക്ക് കഴിയുന്നുവോ അവർക്കാണ് ഭാവി. ഞാൻ ഈയൊരു ചോദ്യത്തോടെ നിർത്തുകയാണ്. രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമാണോ, അതോ ജനങ്ങളെ സേവിച്ചു ഭരിക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നതാണോ? രാഷ്ട്രീയ അധികാരമെന്നത് ഒരു ലക്ഷ്യമല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഈ ചിന്ത കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. നന്ദി. നിങ്ങൾക്ക് ജനകേന്ദ്രീകൃതനായ ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.